നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും വന്ദനം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസം വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാനും പ്രിയപ്പെട്ടവരോടുകൂടെ ഇങ്ങനെ ആയിരിക്കാനും കർത്താവ് എന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നാം അന്ത്യോക്യയിലും പരിസരത്തുമൊക്കെ നിന്നിങ്ങനെ ചുറ്റിക്കറങ്ങിയായിരുന്നു. അതിന് ചില സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നപ്പോൾ നമ്മൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ പറയാനായിട്ടിടയായി. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത് തുടരേണ്ട സാഹചര്യം വന്നു. കാരണം പിന്നെയും പല ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ആരോഗ്യപരമായി നമ്മൾ സമീപിക്കണമല്ലോ. എപ്പോഴും മനുഷ്യർക്ക് സംശയങ്ങൾ വരാം, എതിർപ്പുകൾ വരാം, വിയോജിപ്പുകൾ വരാം. കാരണം അങ്ങനെ കാലങ്ങളായി പഠിച്ചതും ഗ്രഹിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. സാരമില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മ സഹായത്താലല്ലാതെ നമുക്ക് ഈ ദൈവരാജ്യ നിമിത്തമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവകൃപ അധികമായി നമ്മുടെ മേൽ ചൊരിയപ്പെടണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിക്കാനുണ്ടായ കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ ഇടയിലുള്ള സഹോദരങ്ങൾ ഒരളവിൽ എല്ലാവർക്കും അറിയാം. എന്നാൽ കുറച്ചും കൂടെ ഗഹനമായിട്ട് നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തുമ്പോൾ നമുക്കൊന്നുകൂടെ ഉറപ്പിക്കപ്പെടാൻ കഴിയും. അത് തന്നെയല്ല, സത്യാന്വേഷികളായ ധാരാളം പേര് വെളിയിലുണ്ട്, സത്യാന്വേഷികളായവർ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു അനുഗ്രഹമാണ്. അവർക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ അന്വേഷണം നടത്താനും ഒക്കെ അത് ഉപകരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചു പോയ കാര്യം എന്താ? ക്രിസ്തീയ സഭയുടെ ആരംഭം കുറിക്കപ്പെട്ടത് അന്ത്യോക്യയിലല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നവരുണ്ട്. നമ്മുടെ മെസ്സേജിനടിയിൽ വന്ന് ഒരു സഹോദരി കമൻറ്റ് ചെയ്തിരുന്നു, അന്ത്യോക്യയിലാണെന്നും പറഞ്ഞ്. അപ്പോൾ നമുക്കതിനെ സഹതപിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്നുള്ള പേരുണ്ടായത് അന്ത്യോക്യയിൽ വെച്ചാണ് എന്ന കാര്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു. അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് നമ്മൾ കടന്നുപോയി. അതിൻ്റെ വിശദീകരണം ശരിക്കും പറഞ്ഞാൽ ആ ദേശത്തെ ജനം അവരെ കളിയാക്കി വിളിച്ച പേരാണ് ക്രിസ്ത്യാനികളെന്നുള്ളത്. അല്ലാതെ സന്തോഷത്തോടെ കൊള്ളാം, തിരക്കേടില്ല, നല്ല പേരാ, ഇരിക്കട്ടെ എന്നൊന്നും പറഞ്ഞ് കൊടുത്തതല്ല. അതൊരു കളിയാക്കലിൽ വന്ന് വീണു. ആ കളിയാക്കൽ ആദിമസഭ സന്തോഷത്തോടെ സ്വീകരിച്ചു, അത്രമാത്രം. എന്നാൽ ഈ പറയുന്ന അന്ത്യോക്യയിൽ സഭ ആരംഭിക്കുന്നതിന് പിന്നിലൊരു സമയമുണ്ട്. ഒരു 2-3 വർഷത്തിൻ്റെ ഒരു ചരിത്രം പിന്നിലേക്കുണ്ട്. യെരുശലേമിൽ സഭ ആരംഭിച്ചത് മുതൽ അന്ത്യോക്യയിലേക്ക് ചിതറിപ്പോയ വിശുദ്ധന്മാർ വന്ന് സുവിശേഷം അറിയിച്ചതുവരെയുള്ളൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ദൈവജനത്തെ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദൈവജനമുണ്ടല്ലോ, അവരെ എന്തെന്നാണ് വിളിച്ചിരുന്നതെന്നൊരു വലിയ ചോദ്യം വരും. ആ ചോദ്യത്തിനൊക്കെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. ഉത്തരം നമ്മൾ കണ്ടെത്തി. 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ ഭാഗ്യമാണ് നൽകിയിരിക്കുന്നത്. കാൺമീൻ നാം ദൈവമക്കൾ. ശരിക്കും നാം ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം അതുപോലെ തന്നെ ഈ പെന്തക്കോസ്തർ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായ പേരാന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. എന്നാൽ അറിയില്ലാത്തവരുമുണ്ട് ഈ കൂട്ടത്തിൽ. എന്നാൽ അറിയില്ലാത്തവരും നമ്മുടെ ഇടയിലുണ്ട്. വെളിയിലുള്ള ആളുകൾക്കും അറിയില്ല. അവരും ഇങ്ങനെ വിളിക്കുന്നു, ഇവർ പെന്തക്കോസ്തുകാരാണ്. അത് ഏതാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല, അങ്ങനെ അങ്ങ് വിളിച്ചു പോകുന്നു, അത്രമാത്രം. അതും ഒരു കളിയാക്കലിൽ നിന്ന് വന്ന പേരാണ്. അതായത് പിന്മഴയുടെ കാലം, ക്രിസ്തീയ സഭയിൽ വലിയ ഉണർവുകൾ നടക്കുന്ന സമയം, 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ആദ്യപാദം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലും മറ്റ് പല പട്ടണങ്ങളിലും ഉണർവുകൾ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഈ ഉണർവിൻ ഫലമായി ആളുകൾ ഒത്തുകൂടുകയാണ് ദൈവവചനം കേൾക്കാനായിട്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, ആത്മാവിലുള്ള ആരാധന, അതിലേക്കൊക്കെ ജനം തടിച്ചുകൂടി. അപ്പോൾ അങ്ങനെ ജനം അതിലേക്ക് തടിച്ചുകൂടുകയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയൊക്കെ ചെയ്തു. അങ്ങനെ സത്യസഭയുടെ പ്രവർത്തനം ശക്തിയോടെ വെളിപ്പെട്ടു വന്നപ്പോൾ ചുറ്റും നിന്ന ആളുകളുണ്ടല്ലോ, കാഴ്ചക്കാരുണ്ട്. എല്ലാ കാലത്തും കാഴ്ചക്കാരുണ്ട്. ഈ കാഴ്ചക്കാർ ഇങ്ങനെ തടിച്ചുകൂടിയ ആളുകളെയും അവരെ ഉപദേശിക്കുന്ന ആളുകളെയും എല്ലാം കളിയാക്കി വിളിച്ചു. യവന്മാരും പെന്തക്കോസ്തുകാരാണെന്നാണ് തോന്നണേന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ?
ക്രിസ്തീയ സഭയുടെ ആരംഭം കുറിക്കപ്പെട്ടത് പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു പെരുന്നാളാണ്, ഇസ്രായേലിൻ്റെ ഒരു പെരുന്നാളാണ്. അവർക്ക് കൊടുത്തിട്ടുള്ള 7 ഉത്സവങ്ങളിലൊന്നാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അപ്പോൾ ആ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ദിനം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നമുക്കറിയാം, അതിനോടനുബന്ധിച്ചുള്ള വേറെയും പെരുന്നാളുകളുണ്ട്. ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ ജനം അവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്, യഹൂദന്മാർ. അപ്പോഴാണ് ഈ മർക്കോസിൻ്റെ ആ പഴയ കെട്ടിടത്തിൽ നിന്ന് വലിയ ശബ്ദങ്ങളും ആരവാരവങ്ങളും ഒക്കെ കേട്ടത്. ഇവരെല്ലാം അങ്ങോട്ട് ഓടിക്കൂടി. അങ്ങനെ ഓടിക്കൂടി കണ്ട കാഴ്ചയും, പിന്നെ ആ വന്നവരിൽ ഏതാണ്ടൊരു 3000-ഓളം ആളുകൾ ആ സുവിശേഷ പ്രസംഗത്തിൽ ആകൃഷ്ടരായി. രക്ഷപ്പെടാൻ എന്തു ചെയ്യണമെന്നുള്ള ചോദ്യങ്ങൾ വന്നു. അതിന് മറുപടികൾ അവർ ഏറ്റെടുത്തു, സുവിശേഷം കൈക്കൊണ്ടു. അവർ സ്നാനപ്പെട്ട ദൈവസഭയുടെ ഭാഗമായി തീർന്നു. ആ പെന്തക്കോസ്ത് ദിനം എന്ന് പറയുന്നത് ഒരു ചരിത്ര ദിനമാണ്, വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടൊരു ദിനമാണ്. യഹൂദ മതത്തിൻ്റെ വേരിളക്കിക്കൊണ്ട് അനേകർ അവരുടെ മശിഹായെ കണ്ടെത്തിയ ഒരു ദിനമാണ് പെന്തക്കോസ്ത് ദിനം. ആ പെന്തക്കോസ്ത് ദിനത്തിൽ പെന്തക്കോസ്റ്റിൻ്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്ന് ഈ 3000-ഓളം ആളുകളെ നിറയ്ക്കുകയും അവരെല്ലാം അത്യുന്നതനായവൻ്റെ നിവാസമാക്കി തീർക്കുകയും ആത്മശക്തിയിൽ അവർ വന്ന ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും അവരെല്ലാം പെന്തക്കോസ്റ്റിൻ്റെ ജ്വാല വഹിച്ചുകൊണ്ട് അതാത് ദേശങ്ങളിൽ വിറ്റ്നസ്സായി തീരുകയും ചെയ്തു, അഥവാ സാക്ഷികളായി തീരുകയും ചെയ്തു. ആദിമ സഭ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് അനുഭവമുള്ള സഭയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ ജ്വലിച്ചു നിന്നൊരു സഭ, സുവിശേഷം ഘോഷിച്ച സഭ. ഞാൻ ഇന്ന് സംസാരിച്ചു വരുന്നത് യെരുശലേമിലെ സഭയെക്കുറിച്ചാണ് സഹോദരങ്ങളെ. യെരുശലേമിലെ സഭയെക്കുറിച്ചാണ്. നമ്മൾ ഈ അന്ത്യോക്യ യെരുശലേമൊക്കെ മാറ്റി വയ്ക്കാമെന്ന് ചിന്തിച്ചെങ്കിലും അങ്ങനെ അങ്ങ് മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് അന്ത്യോക്യ യെരുശലേം ഒരു ഷട്ടിൽ എന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ ഒരു ഷട്ടിലടിക്കും, അത്ര തന്നെ. അപ്പോൾ യെരുശലേമിലെ സഭയുടെ ആരംഭം വളരെ ചൈതന്യവത്തായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തിമത്തായ പ്രവർത്തനം, സുവിശേഷ ഘോഷണം, ജനം ആകർഷിക്കപ്പെടുന്നു, നിത്യരക്ഷയുടെ ഓഹരിക്കാരായിത്തീരുന്നു. അങ്ങനെ വലിയ പ്രവർത്തനങ്ങളല്ലേ ആ പെന്തക്കോസ്ത് ദിനത്തിൽ നടന്നത്. മാനുഷികമായി ചിന്തിച്ചാൽ ഒരു തരത്തിലും കൂടാത്ത കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് ചെയ്തു കൂട്ടാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. നീ എത്ര വലിയ പ്രസിദ്ധനാന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. പക്ഷേ ഇത് പരിമിതികൾക്ക് അപ്പുറമായി വിശുദ്ധ തിരുവെഴുത്തുകളെ ആധാരമാക്കി, അതായത് മുൻകാല പ്രവാചകന്മാരെല്ലാം പറഞ്ഞു വെച്ച ആ കാര്യങ്ങളും ആ പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ച ആ മശിഹ, ആ വാഗ്ദത്തത്തിൻ്റെ മശിഹ നമ്മൾ ഇവിടെ കണ്ട ആ കാഴ്ച പോലെ, അതായത് ഈ ദിവസങ്ങളിൽ കണ്ടല്ലോ ജനമൊക്കെ നസറായന യേശുക്രിസ്തുവിനെ ആ തദ്ദേശീയരായ യഹൂദന്മാർ ക്രൂശിച്ചതും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുമായ ആ ഗുഡ് ന്യൂസ് പത്രോസ് അവിടെ പ്രസ്താവിക്കുകയാണ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ അവനെ നമ്മുടെ രക്ഷകനും പ്രഭുവാക്കി വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ജനം അത് സഹർഷം സ്വാഗതം ചെയ്തു. എല്ലാവരുമല്ല, ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ അന്നുണ്ടായതുപോലെ ഒരു സംഭവമാണ് ചരിത്രത്തിൽ പിന്നെ ഉണ്ടാകുന്നത്, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, 1-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ വിപ്ലവം, ആ വിപ്ലവത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് ചരിത്രത്തിൽ അത്ര വലിയ വിപ്ലവം ഉണ്ടായിട്ടില്ല. പിന്നീട് അതിനിടയ്ക്ക് ക്രൈസ്തവ ലോകത്തുണ്ടായ ഒരു വിപ്ലവം എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻ്റ് ഉണ്ടായതാണ്. അത് നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് ഒരു മൂവ്മെൻറ്റ്, ലൂതറിൻ്റെ നേതൃത്വത്തിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തടുത്ത വേർഷൻസ്, നവീകരിക്കപ്പെട്ട വേർഷൻസ്, ഒരു നവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ പ്രവർത്തനത്തിൽ പൂർവീകരണം സംഭവിക്കുകയാണ്. പൂർവീകരണം എന്ന് വെച്ചാൽ 1-ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നിലവിലുള്ളതിൻ്റെ കേടുപാടുകൾ തീർത്ത് മേക്കപ്പ് ചെയ്ത് ഒടിഞ്ഞു പോയതൊക്കെ വെൽഡ് ചെയ്ത്, അല്ലെങ്കിൽ പുട്ടിയിടേണ്ടടുത്ത് പുട്ടിയിട്ട് ഇച്ചിരി പെയിൻ്റ് അടിച്ച് അങ്ങനെ പാച്ച് വർക്ക് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമല്ല, മടങ്ങിപ്പോക്കാണ്. മാളിക മുറിയിലേക്കൊരു മടങ്ങിപ്പോക്ക്, ആദ്യ നൂറ്റാണ്ടിലേക്കൊരു മടങ്ങിപ്പോക്ക്. എങ്ങനെയാണ് അവിടെ ആരംഭിച്ചത്? ആരംഭിച്ചതുപോലെ തന്നെ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ ചലനം അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു നിന്ന ആളുകളാണ് ഈ കൂട്ടര് ആ ദിവസം സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നവരാണെന്ന് ഉള്ള ഒരു രീതിയിൽ പറയുന്നത്. അതായത് ഇവരും പെന്തക്കോസ്തരാണ്, അല്ലെങ്കിൽ ആ പെന്തക്കോസ്ത് ദിനത്തിലെ ആ പ്രാക്ടീസുള്ള ആളുകളാണ് ഇവരും എന്ന നിലയിൽ കളിയാക്കി വിളിച്ചതാണ്. അത് ആ കാലത്തെ വിശുദ്ധന്മാർ സന്തോഷത്തോടെ സ്വീകരിച്ചു. യെസ്,
ഞങ്ങൾ പെന്തക്കോസ്തരാണ്, പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ചിരിക്കുന്നു, പെന്തക്കോസ്തിൻ്റെ ആത്മാവുമായി അഥവാ പരിശുദ്ധാത്മാവുമായി ഞങ്ങൾ ജീവിക്കുന്നു, സഞ്ചരിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് സഞ്ചരിക്കുന്നു. അതുവരെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് ആത്മാവിൻ്റെ നിയന്ത്രണം, ആത്മാവിനാൽ നടത്തപ്പെടുക, കൃപാവരങ്ങൾ ജ്വലിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെയോ അങ്ങനെ തന്നെ വീണ്ടും കാര്യങ്ങളെ പുനഃസ്ഥാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുനഃസ്ഥാപിച്ച ആ സമൂഹം വേർപെട്ടവരെന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു, അവർ പെന്തക്കോസ്തരെന്ന് അറിയപ്പെട്ടിരുന്നു. അങ്ങനെ ആ മുന്നേറ്റത്തിൽ മുന്നോട്ട് വരുമ്പോൾ ആ സമൂഹം, അതിനകത്ത് നവീകരണമുണ്ട്. അതൊരു നവീകരണ സഭ തന്നെയാണ്. ഈ അടുത്തിടയ്ക്ക് ഒരു കൊച്ചു ഡിബേറ്റ് വന്നത്, പെന്തക്കോസ്റ്റിലെ ആളുകൾ പറയും അവർ പൂർവീകരണത്തിലാണ് വിശ്വസിക്കുന്നത്, നവീകരണത്തിൽ വിശ്വസിക്കുന്നില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞ്. നമ്മൾ ആ പറയുന്നതിൻ്റെ വസ്തുത അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഈ പറയപ്പെട്ട കാലത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം സംഭവിച്ച കാര്യങ്ങളെ അതിൻ്റെ ക്രമത്തിൽ അടുക്കടുക്കായിട്ട് പറഞ്ഞാൽ, അന്ന് പൂർവീകരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മാളികമുറിയിലെ ആ പാറ്റേൺ നോക്കുക. പത്രോസ് എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു, കേൾവിക്കാർക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. അങ്ങനെ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നവർ, പാപക്ഷമ വാങ്ങിയവർ, അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുവാനായിട്ട് ഏൽപ്പിക്കുന്നു. അടുത്തപടി അവരുടെ മേൽ പരിശുദ്ധാത്മ നിറവ് വരുന്നു. അത് പല നിലകളിലാണ്. കാത്തിരുന്ന് ആ ആത്മനിറവ് പ്രാപിച്ചവരുണ്ട്, തൽക്ഷണം ലഭിക്കപ്പെട്ടവരുണ്ട്, അങ്ങനെ പല നിലകളിലുമുണ്ട്. ഇനിവേ അടുത്ത നിലയെന്ന് പറയുന്നത് ആത്മസ്നാനമാണ്. അപ്പോൾ അതുവരെ ഈ കാര്യം അജ്ഞാതമായിട്ടിരിക്കുകയായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം വരെ ഈ കാര്യം ക്രൈസ്തവ ലോകത്ത് അജ്ഞാതമായിട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ 1-ാം നൂറ്റാണ്ടിൽ മാത്രമുള്ള കാര്യമാണ്. പിന്നീട് ചരിത്രത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിച്ചിരുന്ന ജനത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ പ്രവർത്തനം, വിശുദ്ധ ജീവിതത്തിനുള്ള താല്പര്യം, ജയജീവിതത്തിനുള്ള ആഗ്രഹം, സുവിശേഷം അറിയിക്കുവാനുള്ള ത്വര, ഇങ്ങനെ അനവധി കാര്യങ്ങൾ, ദൈവവചനം സമഗ്രമായി പഠിപ്പിക്കുക, ആ പഠിക്കുന്നതിനനുസരിച്ചുള്ളൊരു ജീവിത ക്രമം കെട്ടിപ്പടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പൂർവീകരണം എന്ന് പറഞ്ഞത്. അതൊരു ആരംഭമാണ്. അങ്ങനെ ആരംഭിച്ച സഭ മുൻപോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിലാണ് സഭയായിരിക്കുന്നത്. അല്ലാതെ സഭ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലിരിക്കുകയല്ലോ, അത് ആത്മാവിലാണല്ലോ. നമ്മളിപ്പോൾ ഈ ലോകത്തിലെ മനുഷ്യരുടെ ഇടയിലാണ് ജീവിക്കുന്നത്, പാപപങ്കിലമായ ഒരു ലോകത്ത് ജീവിക്കുന്നു. ആ കാരണത്താൽ ഇപ്പം നമ്മളെല്ലാം കുളിച്ച് റെഡിയായി നല്ല ഉടുപ്പൊക്കെ ഇട്ട് റോഡിലേക്ക് ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ ചുറ്റുപാടുമുള്ള പൊടിപടലങ്ങളും മലിനതകളും ഒക്കെ നമ്മുടെ കുപ്പായത്തിലൊക്കെ പിടിക്കും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അലക്കുകയും കുളിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ ക്രൈസ്തവ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നവീകരണം എല്ലാ കാലത്തും ഉണ്ടല്ലോ, നവീകരിക്കപ്പെടേണ്ടതുണ്ട്, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആദ്യം സംഭവിക്കേണ്ടത് ഒരു പൂർവീകരണമാണ്, അടിസ്ഥാന ഉപദേശങ്ങളിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക്. അത് എന്തെങ്കിലുമൊക്കെയല്ല, കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വരണം, രക്ഷയുടെ ആഴം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ആത്മസ്നാനം പ്രാപിച്ചൊരു മുന്നേറ്റം, അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന പൂർവീകരണം എന്ന് പറയുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് പോകുന്നു. പിന്നീട് സഞ്ചാരത്തിൽ സ്വാഭാവികമായിട്ടും നവീകരിക്കപ്പെടണമല്ലോ, അനുദിനം നവീകരിക്കപ്പെടണമല്ലോ, അനുദിനം പുതുക്കപ്പെടണമല്ലോ, അല്ലേ? പുതുക്കപ്പെടണമെന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നില്ലേ റോമാലേഖനം 6-ാം അധ്യായത്തിൽ? നമ്മൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാനാണ് ആ സ്നാനക്കുളത്തിൽ നിന്ന് കരയിലേക്ക് വന്നത്. നമ്മൾ ആ സ്നാനക്കുളത്തിൽ നിന്ന് കരയിലേക്ക് വന്നത് എന്തിനാ? ഇനി ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ തന്നെ വെല്ലുവിളിയുണ്ട്, ചോദ്യങ്ങൾ നാനാ സൈഡിൽ നിന്നും വരും. നിങ്ങളുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മർക്കടമുഷ്ടി പ്രയോഗിക്കില്ല നിങ്ങളുടെ നേരെ, അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണെന്നൊന്നും നമുക്ക് ശാഠ്യമില്ല, നമ്മൾ അങ്ങനെയൊന്നും പറയില്ല. ഇതാണ് ക്രമം. ആ ക്രമത്തെ മുറുകെ പിടിക്കുന്നവർ ധാരാളം ഇതിനകത്തുണ്ട്. എന്നാൽ ഈ കാലത്ത് വലിയൊരു പങ്ക് മറ്റ് പല കാറ്റുകൾ പഠിച്ച് വഴുതി പോയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ജീവൻ്റെ പുതുക്കത്തിലൊന്നും നടന്നില്ലെങ്കിലും നടന്നാൽ പോരേന്ന് ചോദിക്കുന്ന ആളുകളുള്ളൊരു കാലമാണ്. അതെല്ലാ കാലത്തും ഉണ്ട്, ഈ കാലത്തും ഉണ്ട്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് പറഞ്ഞത്. ആദ്യ നൂറ്റാണ്ടിൽ അന്ത്യോക്യയിൽ വെച്ച് വിശുദ്ധന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുണ്ടായതുപോലെ
20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ആളുകൾ കളിയാക്കി വിളിച്ച പേരാണ് പെന്തക്കോസ്തർ എന്ന് പറയുന്നത്. അപ്പം നമ്മളത് നമ്മുടെ പൂർവന്മാർ സന്തോഷത്തോടെ ഏറ്റെടുത്തു, ഞങ്ങൾ പെന്തക്കോസ്തരാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ പെന്തക്കോസ്തുകാരല്ല, നമ്മൾ ദൈവമക്കളാണ്. അപ്പോൾ തന്നെ നമ്മൾ പെന്തക്കോസ്തുകാരാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ കൂടുന്ന ആ കൂട്ടായ്മയെ സംബന്ധിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഏത് വിശ്വാസം ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വേരെവിടെ നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ വേര് ക്രിസ്തുവിലാണ്. നമ്മൾ ക്രിസ്തു സഭയുടെ അംഗമാണ്. പിന്നെ ആളുകൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പെന്തക്കോസ്ത് ചർച്ച് എന്നൊക്കെ പറയും. ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമാണ്, ക്രിസ്തു സഭയുടെ ഭാഗമാണ്, ദൈവസഭയുടെ ഭാഗമാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതായത് LKG പിള്ളേരോട് സംസാരിക്കേണ്ട കാര്യങ്ങളാണല്ലോ ഞങ്ങളോട് പറയുന്നതെന്ന്. സാരമില്ല സഹോദരങ്ങളെ, ക്ഷമിക്ക്. ഇടയ്ക്കൊക്കെ ഇത്തിരി LKG ആവശ്യമാണ്. ഈ അങ്ങനത്തെ പരുവത്തിലുള്ള സഹോദരങ്ങൾ നമ്മളെ കേൾക്കും. ഈ മെസ്സേജ് പിന്നീടും കേൾക്കുമല്ലോ. അങ്ങനെ കേൾക്കുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് മുൻപോട്ട് വരുന്നത്. അപ്പോൾ ഈ പേരൊക്കെ ഉണ്ടായ കാര്യം പറഞ്ഞപ്പോൾ അങ്ങ് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അന്ത്യോക്യയിൽ ക്രിസ്ത്യാനികളെന്ന് പേർ വരുന്നതിന് മുമ്പും യെരുശലേമിൽ സഭയുണ്ട്. അവിടെയുള്ള ദൈവമക്കളെന്ന് തന്നെയാണ് അവർ പരസ്പരം സംബോധന ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ദാസന്മാർ, ദാസിമാർ അങ്ങനെ പറയും. ഒരേ സമയം മക്കളെന്നും ദാസി എന്നും പറയുന്നത് എങ്ങനെയാണ്? മക്കളെന്ന് പറഞ്ഞാൽ അവകാശിയാണ്. ദാസി എന്ന് പറയുമ്പോഴോ അല്ലെ ദാസൻ എന്ന് പറയുമ്പോഴോ അതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ടല്ലോ. അതിന് ആത്മീയ അർത്ഥങ്ങളുണ്ട്. അതൊക്കെ തരംതിരിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നാം ദൈവമക്കളാണ്, അവകാശികളാണ്. അപ്പോൾ തന്നെ നാം അവൻ്റെ സന്നിധിയിൽ, അതായത് യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? മനുഷ്യപുത്രനെ കാണാം, ദൈവപുത്രനെ കാണാം, ദാസനായി നിൽക്കുന്നത് കാണാം, അവൻ രാജാതിരാജാവായി നിൽക്കുന്നത് കാണാം. എല്ലാം ക്രിസ്തുവിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ നാം രാജാക്കന്മാരാണ്, അപ്പോൾ തന്നെ നാം പുരോഹിതന്മാരാണ്, അല്ലേ? ഒരേ സമയം തന്നെ നമ്മളെ രാജാവെന്നും വിളിക്കും, പുരോഹിതൻ എന്നും വിളിക്കും. അപ്പോൾ തന്നെ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ ആ ഭാവം, ക്രിസ്തു ശുശ്രൂഷ വാങ്ങാനല്ല ശുശ്രൂഷ കൊടുക്കാൻ വന്നെന്ന് പറഞ്ഞതുപോലെ നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ തയ്യാറായി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദാസന്മാരെന്നുള്ള നിലയിൽ. ശുശ്രൂഷ വാങ്ങാൻ നിൽക്കുകയല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ പാകത്തിന് ആ താഴ്മയിലും ആ എളിമയിലും നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അത് തന്നെയല്ല, അങ്ങനത്തെ പദമൊക്കെ ഉപയോഗിക്കാനുള്ളൊരു കാരണം പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഒരു അടിമ യജമാനൻ്റെ വീട്ടിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയിൽ അവൻ്റെ കാതിൽ കട്ടിലയുടെ നെടുപടിമേൽ അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കിഴുത്തയിടും, ഒരു തുളയിടും. അത് കാണിക്കുന്നത് ഇവൻ കെട്ടപ്പെട്ട അടിമയാണ്, ഇവനെ യജമാനന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ചൊരടിമയാണ്. സ്വന്തം ഇഷ്ടങ്ങളില്ല. ഇനി അവന് കിട്ടിയ സ്വാതന്ത്ര്യം വേണ്ട എന്ന് വെച്ചിട്ട് അവൻ യജമാനനെ സേവിക്കാൻ മനഃപൂർവ്വമായി നിന്നു എന്ന കാഴ്ചയാണത്. അതേ മനോഭാവത്തിലാണ് നമ്മളും കട്ടിലയുടെ നെടുമ്പടിമേൽ നമ്മെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ഒരു സമർപ്പണത്തിൻ്റെ കിഴുത്തയിടാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, ചില പ്രിയപ്പെട്ടവർ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളോടൊക്കെ ആളുകൾ വിയോജിപ്പൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിയോജിപ്പുകളെയെല്ലാം നമ്മൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് വചനം ആഴത്തിൽ പഠിക്കാത്തതുകൊണ്ടും കാര്യങ്ങളെ ഗ്രഹിക്കാത്തതുകൊണ്ടും നമ്മളൊരു മതഭക്തിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്നതുകൊണ്ടാണ് കാര്യം മനസ്സിലാകാതെ പോകുന്നത്. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒരു മതഭക്തിയിൽ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാലൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പോൾ ആ മതത്തിനെതിരെ ഇവർ പറയുന്നു എന്നുള്ള നിലയിൽ ഒരു വൈരമോ ഒരു ദേഷ്യമോ ഒക്കെ തോന്നാം. അതല്ലാതെ ഒരു സത്യാന്വേഷണത്തിൻ്റെ പാതയിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നതെങ്കിൽ നമുക്ക് കാര്യങ്ങളെ തെളിവായിട്ട് മനസ്സിലാകും. നമ്മൾ പറഞ്ഞു വന്നത്, ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ സഭാ സംവിധാനങ്ങളെന്ന് വിളിക്കപ്പെടുന്ന സംവിധാനങ്ങളൊക്കെ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് വളരെ അകന്നുപോയി. വേദപുസ്തകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിലയിലാണ് ഇന്നത്തെ ഈ സംഘങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് പല കാര്യങ്ങളും നമ്മൾ തെളിയിക്കാനായിട്ട് പരിശ്രമിച്ചത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച 7 സഭകൾക്കുള്ള ദൂത് നമുക്കറിയാം. അതിൽ ആദ്യത്തെ സഭയായ എഫേസ്യ സഭയോട് പറഞ്ഞു, ഇന്ന കാര്യങ്ങളിൽ ക്രമീകരിച്ചില്ലെങ്കിൽ വിളക്കെടുത്ത് നീക്കുമെന്ന്. അത് കഴിഞ്ഞ് താഴേക്ക് നോക്കിയപ്പോൾ നമ്മൾ
പെർഗമോസിലെ സഭയെ കണ്ടു. ഈ എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിച്ചു. അവിടെ നിക്കോലാവ്യരുടെ ഉപദേശം കടന്നു വന്നപ്പോൾ അതിനെ നിഷ്കരണം ഒരു തള്ളിക്കളഞ്ഞു, അകത്ത് കയറാൻ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ ആ ഉപദേശത്തിൻ്റെ കാറ്റ് അകത്തേക്ക് വരാൻ അവർ സമ്മതിച്ചില്ല, അവർ പ്രതിരോധിച്ചു. വിശ്വാസം എന്ന പരിചയ കൊണ്ട് അതിനെ പ്രതിരോധിച്ചു. അതേസമയം പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരു സഭയാണ് പെർഗമോസിലെ സഭ. ആ പെർഗമോസിലെ സഭയിൽ നോക്കിയപ്പോൾ നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ അതിനകത്ത് നിൽക്കുക. അതിനകത്ത് നിന്ന് അവരാണ് പ്രസംഗം നടത്തുന്നത്, നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ. പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ തയഥാരയിലെ സഭ. അങ്ങനെ തയഥാരയിലെ സഭയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഇസബേൽ അകത്ത് നിൽക്കുന്നതാണ്. അങ്ങനെ ആ പറയപ്പെട്ട നൂറ്റാണ്ടിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഭയിലേക്ക് കടന്നു വന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെയും അതിനെ ക്ലെൻസിങ്ങിനൊക്കെ വിധേയമാക്കുന്നു, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ പല പല നിലകളിൽ കടന്നുപോയി. ഏതാണ്ട് ഒരു 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം വചനത്തിൽ നിന്ന് അകന്നുപോയി മാനുഷിക സമ്പ്രദായങ്ങൾ അതിനകത്ത് കടന്നു വന്ന് അതിനവരൊരു ഓമന പേരിട്ട് വിളിച്ചു പാരമ്പര്യങ്ങളെന്ന്. പാരമ്പര്യങ്ങൾ. അപ്പോൾ ക്രിസ്തീയ പാരമ്പര്യം എന്ന് പറയുന്നത് അത് അപ്പസ്തോലന്മാരാൽ ആരംഭിക്കപ്പെട്ട മാളികമുറിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ആ സഭയുടെ പാരമ്പര്യം. അവിടെ മുതലാണ് നമ്മൾ പാരമ്പര്യം പറയുന്നത്, അല്ലേ? പാരമ്പര്യം പറയുന്നത് എന്താ? അതല്ലേ പാരമ്പര്യം. അപ്പോൾ ആ പാരമ്പര്യത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് വരും. ആ കാര്യങ്ങളാണ് നമുക്കിന്ന് അല്പമായിട്ട് ചിന്തിക്കേണ്ടതുള്ളത്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 തെസ്സലോനിയൻസ് chapter 2 verse 15. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിനെന്നാണ്. വാക്കിനാലോ ലേഖനത്തിനാലോ ഞങ്ങൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന പാരമ്പര്യങ്ങൾ, അല്ലേ? അങ്ങനെ തന്നെയാണ്. മലയാളത്തിൽ വന്നപ്പോൾ അത് പ്രമാണങ്ങളെന്നായി പോയെന്നേ ഉള്ളൂ. അങ്ങനെ പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ക്രിസ്തീയ സഭയ്ക്കൊരു പാരമ്പര്യം എന്ന് വെച്ചാൽ അത് എവിടെ മുതൽ ആരംഭിക്കുന്നത്? അതിൻ്റെ പ്രവർത്തന രീതി നമ്മൾ നോക്കുമ്പോൾ പത്രോസിൻ്റെ പ്രസംഗത്താൽ ആരംഭിക്കപ്പെട്ടതാണ് ദൈവസഭ. അവിടെ മുതലാണ് അതിൻ്റെ പാരമ്പര്യം കിടക്കുന്നത്. അതിന് പിന്നിലേക്ക് പോയ യഹൂദ പാരമ്പര്യമാണ് ഉള്ളത്. യഹൂദ പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഇപ്പോൾ അതിൻ്റെ ലൈസൻസൊക്കെ ക്യാൻസൽ ചെയ്തു, റിന്യൂ ചെയ്ത് കൊടുത്തില്ല. സൗരങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യഹൂദ പാരമ്പര്യങ്ങളെയൊക്കെ ക്യാൻസൽ ചെയ്തെന്ന്, റിന്യൂ ചെയ്ത് കൊടുത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് ആ പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുന്നത് വ്യർത്ഥ പാരമ്പര്യങ്ങളെന്ന്. ധാരാളം പാരമ്പര്യങ്ങൾ പറയാനുണ്ട്. ആ പാരമ്പര്യങ്ങളൊന്നും ക്രിസ്തു സഭയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനമില്ല. ഇവിടെ ഇത് ആരംഭിക്കുന്ന ഒരു രീതിയുണ്ട്, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണമുണ്ട്. ആ പ്രയാണം വെച്ചിട്ടേ നമുക്ക് കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പം സമഗ്രമായൊരു അന്വേഷണം ഇതിനകത്ത് ആവശ്യമാണ്. ഇവിടെ പൗലോസ് പറയുന്നത്, തെസ്സലോനിക്കരോട് പറയുന്നത്, സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന്. അപ്പോൾ ഉറച്ചു നിൽക്കണമെന്ന് 1-ാം നൂറ്റാണ്ട് മുതലുള്ള ആഹ്വാനമാണ്. ദൈവസഭയിലെ വിശുദ്ധന്മാരോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനമാണ് ഉറച്ചു നിൽക്കണം, വീര്യം പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് പത്രോസ് പിന്നെ പറഞ്ഞത്, നിങ്ങൾ എന്താ വീര്യത്തോടുകൂടെ പരിജ്ഞാനം വർദ്ധിപ്പിക്കണം. നിങ്ങൾ പല കാര്യങ്ങളും വർദ്ധിപ്പിക്കണമല്ലോ, അതിലൊരു കാര്യമാണ് വീര്യം. വീര്യം വർദ്ധിപ്പിക്കണം. അങ്ങനെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. യെസ്. എന്നിട്ട് ഞങ്ങൾ വാക്കിനാലോ, അതായത് ഞങ്ങൾ മുഖതാവിൽ വാമൊഴിയായി നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് സംസാരിച്ച കാര്യങ്ങളെല്ലാം പുസ്തക രൂപത്തിൽ എഴുതി വെച്ചിട്ടില്ല. പുസ്തക രൂപത്തിൽ എഴുതി വെച്ചത് കമ്പൈൽ ചെയ്താണ് ഇങ്ങനെ ഒരു 27 പുസ്തകങ്ങളുടെ ഒരു സമാഹാരം, ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതല്ലാതെ എത്രമാത്രം കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട് വാമൊഴിയായി, ഓറലായിട്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നീട് ഈ ലേഖനങ്ങൾ, അതിനുശേഷം ചില കാര്യങ്ങൾക്ക് വ്യക്തമായ നിലയിൽ ലേഖനങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. കത്തുകൾ അഥവാ ലേഖനങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ലേഖനങ്ങളോ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന ആ കാര്യങ്ങളെ, ആ പാരമ്പര്യങ്ങൾ ക്രിസ്തീയ സഭയുടെ അടിത്തറയിട്ട് കൊടുക്കുകയാണ്. ആ അടിത്തറയിൽ എന്ത് ചെയ്യണം? മുൻപോട്ട് പോകണം. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകണം. മുറുകെ പിടിച്ചു കൊള്ളാനാണ് പറയുന്നത്. വാക്കിനാലോ ലേഖനത്താലോ ഒക്കെ തന്ന കാര്യങ്ങളെ മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോഴാണ് ചില ആൾക്കാർ നമ്മളെ കളിയാക്കുന്നത്. എല്ലാം തുറന്നു പറയാ, ഇവർ ബൈബിളിനെ ആരാധിക്കുന്നവരാണ്, ഇവർക്കെല്ലാം ബൈബിളാണെന്ന്. ഒരു ഓർത്തഡോക്സുകാരനോ മർത്തോമക്കാരനോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാം, പോട്ടെന്ന് വയ്ക്കാം. കത്തോലിക്കൻ അങ്ങനെ പറയുമ്പോഴാണ് എൻ്റെ ദൈവമേ, അതെങ്ങനെ നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. കാരണം
കണ്ണുള്ള ആൾക്കാർക്കെല്ലാം കണ്ണ് തുറന്നാൽ കാണാവുന്ന കാര്യമാണ് നഗ്ന നേത്രം കൊണ്ട് ഏതൊരു കത്തോലിക്കിൻ്റെ വീട്ടിൽ ചെന്നാലും രൂപക്കൂട് കാണാം. ഇങ്ങനെ ആ ഭിത്തിയുടെ മുകളിൽ ഒരു തട്ടൊക്കെ അടിച്ചു വെച്ചിട്ട് അതിന് മുകളിൽ വലിയ ഈശോയെയോ അല്ലെ സെബസ്ത്യാനോസിനെയോ ആരെങ്കിലുമൊക്കെ വെച്ചിരിക്കും. എന്നിട്ടൊരു മാല ഇട്ടിരിക്കും, വലിയ മാലയൊക്കെ ഇട്ടിരിക്കും. അവിടെ ഒരു ബൈബിൾ ഇരിപ്പുണ്ടാവും, 2 മെഴുതിരി അപ്പുറം ഇപ്പുറയും, അല്ലെങ്കിൽ ഇപ്പം ബൾബൊക്കെയാണ്, അതിങ്ങനെ കത്തിച്ചു വെച്ചേക്കും. അതിന് നടുക്ക് ഈ ബൈബിൾ ഇരിപ്പുണ്ട് അവിടെ. വിശേഷിച്ച് ലാറ്റിൻ കാത്തലിക്സിൻ്റെ വീട്ടിലാണ് അത് കൂടുതൽ. ഈ റോമൻ കത്തോലിക്കരുടെ വീട്ടിൽ അത്തരം കാര്യങ്ങൾ ഇച്ചിരി കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാറ്റിൻ കാത്തലിക്സിൻ്റെ ഇടയിൽ അത് ധാരാളമാണ്. അതായത് ഈ ബൈബിൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ലൈറ്റൊക്കെ തെളിച്ചു വയ്ക്കുന്ന പരിപാടി. അവർ തന്നെയാണ് ചോദിക്കുന്നത്, നിങ്ങൾ ബൈബിളിനെ ആരാധിക്കുന്നവരാണോ എന്ന്. ബൈബിൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം ആളുകൾക്ക്. അതെന്തിനാ അത്ര ദേഷ്യപ്പെടുന്നേ? ഇവിടെ അപ്പോസ്തലന്മാർ പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളെയൊക്കെ മുറുകെ പിടിക്കണമെന്നാണ് പറയുന്നത്. ആ പറഞ്ഞു തന്നതും എഴുതി തന്നതുമായ കാര്യങ്ങൾ ഇന്ന് അച്ചടിച്ച് കൈ കിട്ടിയിരിക്കുകയല്ലേ, അതിനെ മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ അല്ല ഞങ്ങൾ അങ്ങനെ പിടിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അതിനെ മുറുകെ പിടിക്കണം, ചേർത്ത് പിടിക്കണം, മാറോട് ചേർത്ത് പിടിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഈ പറയുന്ന ആൾക്കാരാണ് ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് അല്ലെങ്കിൽ മറ്റ് വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ച് ബൈബിളിനെ അതിനകത്ത് സമാധി ഇരുത്തിയിരിക്കുന്നത്. അതൊരു സമാധിയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ബൈബിൾ ഒരു സ്ഥലത്തും അങ്ങനെ വിളക്ക് കത്തിച്ചൊന്നും വെക്കുന്ന ആൾക്കാരല്ല. ഇത് നമ്മുടെ ആയുധമാണ്. നമ്മളിത് എടുത്ത് എപ്പോഴും കൈകാര്യം ചെയ്യുന്നവരാണ്. ഞാൻ ഓർക്കും എൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിളിൽ അതിൻ്റെ പല ഭാഗത്തും പിടിക്കുമ്പോൾ പേടി അത് അടന്നു പോകുമെന്നുള്ള രീതിയിൽ. കാരണം അത് നിരന്തരം ഉപയോഗിച്ച് അതിൽ നമ്മളുടെ ഈ കയ്യിലെ ചെളിയും പൊടിയും വിയർപ്പും ഒക്കെ അതിൽ പറ്റി പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നിരന്തരമായ ഉപയോഗമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഏതൊരു ദൈവമക്കളുടെ ബൈബിൾ എടുത്ത് നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത, അല്ലേ? നമ്മൾ ബൈബിളിനെ പൂജിക്കുന്നവരല്ല, അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്ന ആളുകളാണ്. അത് വ്യർത്ഥമായ ഒരു ആരോപണം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വ്യർത്ഥമായ ഒരു ആരോപണം, അതിലപ്പുറം കാമ്പും കഴമ്പും ഒരു ആരോപണമല്ല. പിന്നെ നിങ്ങൾ ഏതിനും ബൈബിൾ അല്ലാതെ വേറെ എന്താ എടുത്തു നോക്കുന്നത്? ഭീംറാവ് അംബേദ്കർ, അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, അതിൻ്റെ പേരാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന വെച്ചിട്ടാണോ വിശുദ്ധന്മാർ ഓരോരോ കാര്യങ്ങളെ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണഘടന വെച്ചിട്ടാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാപിറ്റൽ വെച്ചിട്ടാണോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്നത്? അതെയോ ഡിഡാക്കെ വെച്ചിട്ടാണോ നോക്കേണ്ടത്? ആദ്യ നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഒരു ഉപദേശ സംഹിതകൾ അടങ്ങിയ പുസ്തകമാണ്. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകങ്ങളിലൊന്നാണ് ഡിഡാക്കെ ഒന്നുമല്ല ദൈവനിശ്വാസ്യമായ ഗ്രന്ഥം. നമുക്ക് ദൈവനിശ്വാസ്യമായ ഗ്രന്ഥം എന്ന് പറയാൻ ഈ ഒരേ ഒരു വിശുദ്ധ തിരുവെഴുത്തേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ വിശുദ്ധ തിരുവെഴുത്താണ് നമ്മൾ അളവുകോലായിട്ട് ഒരു മെഷറിംഗ് റോഡ് എന്നുള്ള നിലയിൽ എല്ലാ കാര്യത്തിലും നമ്മൾ നോക്കിക്കാണുന്നത് ഈ ദൈവവചനമാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ആദ്യ നൂറ്റാണ്ടിൽ എഫേസ്യ സഭയിൽ കള്ളയപ്പോസ്തലന്മാർ വന്നപ്പോൾ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കള്ളന്മാരെന്ന് മുദ്ര കുത്തിക്കൊണ്ട് പുറത്താക്കി. അതൊക്കെ അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? തിരുവെഴുത്തിനെ ആധാരമാക്കിക്കൊണ്ടല്ലേ ആ കാര്യങ്ങളെ ക്രോസ് ചെക്ക് ചെയ്തത്. അതുപോലെ എത്രയെത്ര ഇൻസിഡൻസ് നമുക്ക് പറയാനുണ്ട്. അതെല്ലാം തിരുവെഴുത്തിനെ ആധാരമാക്കിക്കൊണ്ടാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭ സഞ്ചരിച്ചത്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആ കാര്യത്തിനെല്ലാം അവർ തിരുവെഴുത്തിലേക്കാണ് തിരിഞ്ഞത്. അതായത് പഴയ നിയമ പുതിയ നിയമ പുസ്തകങ്ങളെല്ലാം വന്നില്ല തുടക്കത്തിൽ. അതേസമയം പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലന്മാർക്ക് വെളിപ്പാടുകൾ ലഭിക്കുന്നു. ആ വെളിപ്പാടുകളാണല്ലോ പിന്നെ എഴുതി വന്നത്. അതിൻ്റെ ഒടുവിലേക്ക് വന്നൊരു സമയമാണല്ലോ ഈ 7 സഭകൾക്ക് ദൂത് പറയുന്നത്. അതിൽപ്പെട്ടതല്ലേ എഫേസ്യ സഭ. അപ്പോഴത്തേക്കും പുസ്തകങ്ങൾ ധാരാളം വന്നു കഴിഞ്ഞു. യോഹന്നാൻ്റെ ലേഖനം വന്നിട്ടുണ്ട്, എന്നാൽ വെളിപ്പാട് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതങ്ങ് കിട്ടിയാൽ മതി. ആ ഒരു പീരീഡിൽ ബാക്കി പുസ്തകങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. നമ്മളിന്ന് ആരെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗം തിരുവെഴുത്തിന് അനുയോജ്യമാണോ എന്നുള്ളത് ഈ പുസ്തകം വെച്ചിട്ടല്ലേ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അതായത് പെന്തക്കോസ്റ്റ് സമൂഹത്തിന് വെളിയിൽ പിന്നീട് ബ്രദറുകാരുണ്ട്, വേർപെട്ട സമൂഹത്തിൽ അവരൊക്കെയുണ്ട്. ബൈബിളിനെ വളരെ ഗൗരവമായി പരിഗണിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരൊക്കെ. അതല്ലാതെ ഈ എപ്പിസ്കോപ്പൽ സഭാ സമൂഹങ്ങളിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, അത്തരക്കാരായ ആളുകൾ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത് എന്താ? നമ്മുടെ ഇടയിൽ
വേദപുസ്തകത്തിന് വിരുദ്ധമായ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായൊരു ഉപദേശം ഒരാൾ പറയുകയാണെങ്കിൽ, പ്രസംഗിക്കുകയാണെങ്കിൽ, നിശ്ചയമായും നമ്മളത് എതിർക്കും. ഈ പറയപ്പെട്ട ഒരു കൂട്ടത്തിലും ആരും എതിർത്ത ചരിത്രമില്ല. അവിടെയൊന്നും തിരുവായിക്ക് എതിർവായില്ല. ഇപ്പോൾ ഞാനൊരു പ്രസംഗം പ്രസംഗിച്ചു, അത് ദൈവവചനത്തിന് നിരക്കുന്ന അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹം എന്നെ പപ്പും പൂടെയൊക്കെ പറിക്കാന്നൊരു പറച്ചിലുണ്ട്. കോഴീനെ ശരിയാക്കാൻ നേരത്തെ അതിൻ്റെ എല്ലാം പറിക്കും. അതുപോലെ പറിക്കും ആളുകൾ, ബാക്കി വെച്ചേക്കില്ല, ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യുന്നൊരു സമൂഹമാണിത്. ഇതിലെ മറ്റ് ശുശ്രൂഷകർ ഉപദേശത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അവരംഗീകരിക്കില്ല, അവരതിനോട് എതിർക്കും. അത് ആരോഗ്യകരമായൊരു കാര്യമാണ്, ദൈവം അനുവദിച്ച കാര്യമാണ്. അല്ലാതെ ഒരാൾ മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവായിക്ക് എതിർവായില്ല, അല്ലെങ്കിൽ ആ പാസ്റ്റർക്ക് തെറ്റാവരം ഉണ്ടെന്നാണ് തോന്നണത്, അങ്ങനെയൊന്നും ഒരു ഇടപാട് ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനെ ഒരു ഇടപാടില്ല. ആദ്യ നൂറ്റാണ്ടിലെ സിസ്റ്റം തന്നെ, പത്രോസ് മണ്ടത്തരം പറഞ്ഞാൽ പരിച്ഛേദനയും കൂടെ നമുക്ക് എടുത്തേക്കാന്ന് പറഞ്ഞാൽ നോ 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 നോ, നടപടിയില്ല. പത്രോസ് വേണമെങ്കിൽ പരിച്ഛേദന എടുത്തോ, ഞങ്ങൾ ആ കൂട്ടത്തിലില്ല. ഞങ്ങൾ ഒരു നാഴിക പോലും അതിന് വഴങ്ങി തരികയില്ല, ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ സത്യവചനം പറഞ്ഞാൽ അതിന് ആമയും പറയും, കൈയടിക്കും, ചേർന്ന് നിൽക്കും, സ്തോത്രം ചെയ്യും. അപ്പോൾ തന്നെ വചനത്തിന് വിരുദ്ധമായ കാര്യം പറഞ്ഞാൽ, കാരണം ജീവനും മരണവും അതിനകത്ത് ഇരിക്കുന്നത്. ഒരു ദൈവത്തിൻ്റെ ദാസൻ ദൈവവചനം പറയുമ്പോൾ അവിടെ ജീവനും മരണവും വ്യാപരിക്കും. ജീവനാണ് വ്യാപരിക്കേണ്ടത്. അത് തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്താൽ മരണം വ്യാപരിക്കും. അപ്പോൾ ജനം സത്യപാതയിൽ നിന്ന് വഴുതിപ്പോവും. അതിന് അനുവദിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത്, 1-ാം നൂറ്റാണ്ടിലെ സഭയുമായിട്ട് ഏറ്റവും സാമ്യമുള്ളൊരു സമൂഹം പെന്തക്കോസ്ത് സമൂഹമാണ്. ഏറ്റവും ക്രൈസ്തവ ലോകത്തെ മുഴുവൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ഇട്ടതുപോലത്തെ ബോംബ് ആളുകളിടും. ബോംബൊക്കെ തയ്യാറാക്കി വെച്ച, പക്ഷെ ഞങ്ങൾ വചനത്തിൽ നിന്ന് പ്രൂവ് ചെയ്യും, കൃത്യമായി കാര്യങ്ങൾ പറയും. ഈ കാണുന്ന ബാക്കി സമൂഹങ്ങളെല്ലാം ജനത്തെ വഞ്ചിക്കുകയാണ്. വളരെ കൃത്യമായി അടിവരയിട്ട് പറയുകയാണ്. വേദപുസ്തകത്തിൽ ഇല്ലാത്തതും കേട്ടുകേഴ്വി ഇല്ലാത്തതുമായ കാര്യങ്ങളെയൊക്കെ പാരമ്പര്യങ്ങളെന്ന ഓമന പേരിട്ട് ജനത്തിന് നിത്യനരകത്തിലേക്കുള്ള ബോർഡിംഗ് പാസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഘങ്ങളാണ് പലതും. ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ബോർഡിംഗ് പാസ് തുടങ്ങുന്നത് തന്നെ 2-ാം മാസത്തിലാണ്. 2-ാം മാസത്തിൽ കൊച്ചിന് ബോർഡിംഗ് പാസ് അടിച്ചു കൊടുക്കും. പിന്നെ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും പിന്നെ വിളിക്കും, പിന്നെ അനൗൺസ്മെൻറ്റ് വരുമല്ലോ, അങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞ് അങ്ങ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ, അദ്ദേഹം ഒരു ഓർത്തഡോക്സിലെ സീനിയർ പുരോഹിതനാണ്, അദ്ദേഹത്തിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ, സർവീസിനോടുള്ള ബന്ധത്തിൽ, ഫ്യൂണറൽ സർവീസിനോടുള്ള ബന്ധത്തിൽ, അപ്പം അതിൽ പറയുന്നത് ഞാനത് മറന്നുപോയി. എന്നാൽ ഇങ്ങനെയാണെന്ന് എൻ്റെ ഒരു ചിന്ത. സോദരരേ വന്നെത്തി വേഗം പോകാൻ അവനെന്നെ ധൃതി കൂട്ടി പരിചിതരെ കണ്ടിടാനായി അനുവാദം ഞാൻ അഭ്യർത്ഥിച്ചു. യാചനയും കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ. ഓർക്കാപ്പുറത്ത് വന്നുകൊണ്ട് പറഞ്ഞാണ്, അല്ലെങ്കിൽ അതെന്തായിരുന്നെന്ന് കേട്ട് എഴുതി വെച്ചിട്ടോ ഒക്കെ പറയാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് ഞാൻ കൃത്യമായി ഓർമ്മയിൽ നിന്നല്ല പറയുന്നത്, ഒരു ഊഹം വെച്ചിട്ട് പറഞ്ഞതാണ്. ആ ഒരു തരത്തിൽ സെൻറ്റൻസ് ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ അവരുടെ മരണാനന്തര ശുശ്രൂഷകളെ അവഹേളിച്ചതല്ല, ആ കാര്യങ്ങളിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലെന്നേ, ഒരു കൃത്യതയില്ല. അതേസമയം ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ മരണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞത്, ഹേ മരണമേ നിൻ്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ എപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. ആ വെല്ലുവിളിയുടെ പരിസമാപ്തിയിൽ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതല്ലാതെ ഇനി ഇത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കൈകാര്യം ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. മരണം കഴിഞ്ഞിട്ട് പിന്നെ വേറെ എക്സ്ട്രാ പ്രാർത്ഥനയോ അങ്ങനത്തെ ഇടപാടൊന്നുമില്ല. മരണവും പിന്നെ ന്യായവിധിയുമാണ്. ന്യായവിധി 2 രീതിയിലാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നോട് എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസൻ, ഒരു പ്രിയപ്പെട്ടവൻ, അദ്ദേഹം ഈ ചാലക്കുടി പരിസരത്ത് താമസിക്കുന്നതാണ്.
അദ്ദേഹം എന്നോട് പറയായിരുന്നു, മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം കേട്ടൊരു പ്രസംഗം, പെന്തക്കോസ് സമൂഹത്തിൽ തന്നെ ഉള്ള ശുശ്രൂഷകൻ പറഞ്ഞെന്ന്, പ്രസംഗിച്ചെന്ന്. അതായത് എല്ലാ മനുഷ്യരും വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വരണം, അവിടെയാണ് ന്യായവിധി നടക്കുന്നത്. അതിന് കാരണം എന്നാണെന്നറിയാവോ? എബ്രായ ലേഖനത്തിലെ വാക്യമാണ്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകലർക്കും വെച്ചിരിക്കുന്നു. വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ആബാലവൃദ്ധം വന്നെന്നാണ്. അങ്ങനെയല്ലേ? വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ആബാലവൃദ്ധം ജനം അവിടെ വന്നെന്ന്. അങ്ങനെ വരുമ്പോൾ സകല ആൾക്കാരും വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വരുമെന്ന്. അപ്പോൾ അതിനെ വിശദമാക്കാനൊന്നും ഇപ്പോൾ ശ്രമിക്കുന്നില്ല. മണ്ടത്തരെന്നാണോ മഹാമണ്ടത്തരെന്നാണോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാം. വിശുദ്ധന്മാർ വരുന്നത്, അവരുടെ ന്യായവിധി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെയാണ്. അതായത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം അവരുടെ ജീവിതം പരിശോധിക്കുന്ന ഒരു ഇടം, അതാണ് ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ. സിംഹാസനസ്ഥനായിട്ടാണ് നമ്മുടെ കർത്താവ് ഇരിക്കുന്നതെന്നുള്ള ചിന്തയിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അവൻ ന്യായാധിപതിയാണ്, ന്യായവിസ്താരത്തിന് വേണ്ടിയിരിക്കും. അങ്ങനെ വിശുദ്ധന്മാരുടെ ന്യായവിസ്താരം ശിക്ഷാവിധിയോടുള്ള ബന്ധത്തിലല്ലത്, അത് ജീവിതത്തെ പരിശോധിക്കുന്നതാണ്, പ്രതിഫലങ്ങൾ വിധിക്കാനിരിക്കുന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് 1000 വർഷം ഈ ഭൂമിയിൽ കർത്താവ് ഭരിക്കുകയാണ്. ഭരിക്കുമ്പോൾ തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും ഉണ്ട്. പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരൊക്കെ ഉണ്ട് ഈ ഭരണത്തോടുള്ള ബന്ധത്തിൽ. അപ്പം ഭരണമൊക്കെ കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുന്നുണ്ടല്ലോ. അതിനിടയിൽ വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 1000-ാം ആണ്ട് വാഴ്ച. അപ്പോൾ അങ്ങനെ കല്യാണം കഴിയുന്നു, കാന്തൻ കാന്തയുടെ കൈപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1000 വർഷം ഒരുമിച്ച് ഭരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കാന്തയെ കാന്തൻ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ കൊണ്ടുവന്നിട്ട് കാരണക്കുറ്റിക്കെട്ടൊരു അടിയും കൊടുത്തിട്ട് പോടി തീപ്പൊയ്കയിലേക്കെന്ന് പറയുന്നു. അങ്ങനെയാണോ? പെന്തക്കോസിലെ പ്രസംഗമായത്. നമ്മൾ അതിനെയാണ് ക്രിട്ടിസൈസ് ചെയ്തത്. അതാണ് പെന്തക്കോസിലെ പ്രത്യേകത. കണ്ടോ, ഇപ്പം പറഞ്ഞ കാര്യം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ചില സെക്കൻഡുകൾക്ക് മുമ്പ് ഞാൻ പറയത് ദൈവവചനത്തിന് വിരുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്തിനിടയിലെ ആളുകൾ അതിനെ ചോദ്യം ചെയ്യുമെന്ന്. മറ്റ് സ്ഥലങ്ങളിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തത്തമ്മേ പൂച്ച പൂച്ച, ഇങ്ങനെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ അങ്ങനെയല്ല, ആത്മാവിനാൽ നടത്തപ്പെടുകയാണ്. ആത്മാവിനാൽ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് കാര്യങ്ങളെ പ്രസ്താവിക്കുകയാണ്. അത് ആത്മാവിൽ നിന്ന് ജഡത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അപകടത്തിലേക്ക് പോകും. ആത്മാവിലാണ് പറഞ്ഞു തുടങ്ങിയത്, കുറച്ച് കഴിഞ്ഞപ്പോൾ ജഡത്തിലേക്ക് പോകും. അതെങ്ങനെയാ? അതാ പറഞ്ഞത് വിശുദ്ധന്മാർ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വരുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആത്മാവിലല്ല, അത് ജഡത്തിലാണ്. അതേതോ ബുദ്ധിയിൽ പറഞ്ഞു. അങ്ങനെ വന്നാലത്തെ ആ ഒരു തമാശയാണ് ഞാനിപ്പോൾ അവതരിപ്പിച്ച് കാണിച്ചത്. നിങ്ങൾ ആ തമാശ ഉൾക്കൊണ്ടോന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഗൗരവം എടുത്തോന്ന് അറിയില്ല. അതായത് സഭ എടുക്കപ്പെട്ടു, പിന്നത്തേതിൽ കിരീടങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ ലഭിക്കപ്പെടുകയാണ്. കുഞ്ഞാട് കാന്തയുടെ കരം പിടിക്കുകയാണ്. വിശുദ്ധ വിവാഹത്തിന് ശേഷം സകല വിശുദ്ധന്മാരുമായിട്ട് കുഞ്ഞാട് ഈ ഭൂമിയിലേക്കൊരു വെള്ളക്കുതിരപ്പുറത്ത് വരുന്നു. ഇവിടെ 1000 വർഷം ഭരിക്കുന്നു, അടക്കി ഭരിക്കുന്നു. ആ ഭരണത്തിൻ്റെ ഒടുവിൽ എല്ലാം കഴിഞ്ഞു, സകലതും കഴിഞ്ഞു, 1000 വർഷം തീർന്നു. പുതിയ ഭൂമിയും പുതിയ ആകാശം വരാൻ പോകുന്നു. അതിനിടയിലാണ് ന്യായവിധി, ജഡ്ജ്മെൻറ്റ്, വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ കാന്തയും പിന്നെ മറ്റ് വിശുദ്ധന്മാരും എല്ലാവരും വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വരുമ്പോൾ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വന്ന ആരും അതിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞായിട്ട് നമ്മൾ വായിക്കുന്നില്ല. വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വന്ന ആളുകളെ എല്ലാവരെയും ന്യായം വിധിച്ചിട്ട് തീപ്പൊയ്കയിൽ ഇട്ടതായിട്ടാണ് കാണുന്നത്. കുഞ്ഞാടിൻ്റെ കാന്തയെ അവിടെ ന്യായം വിധിച്ചിട്ട് എന്നാൽ നീ പൊക്കോ, നമുക്ക് ഒരുമിച്ചിരിക്കാം, ബാക്കിയുള്ളവരെ ഞാനൊന്ന് തീക്കകത്ത് ഇട്ടിട്ട് വരട്ടെന്നോ അങ്ങനെയൊന്നും അവിടെ എഴുതിയിട്ടില്ല. മണ്ടത്തരങ്ങൾ പറയല്ലേ, ആലോചിച്ചിട്ട് പറയൂ. ആലോചിച്ചിട്ടോ പഠിച്ചിട്ടോ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാവരോടൊക്കെ ആലോചന ചോദിച്ചിട്ടൊക്കെ പറയുക, അതാണ് അഭികാമ്യം. ഇപ്പം അങ്ങനെ ഒരാൾ ഒരു നാക്കുപിഴയോ ടങ് സ്ലിപ്പൊക്കെ വരാം. അതേസമയം ഡെലിബറേറ്റ്ലി പറയുന്നത് കേട്ടാലും നമുക്കറിയാം. ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പാളിച്ച പറ്റാം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച വേറെ ആർക്കുമല്ല, എനിക്ക് തന്നെ പാളിച്ച പറ്റി. ആ പാളിച്ച ഇതേ വേദിയിലാണ്, ഈ വേദിയിൽ. ആ പാളിച്ചയെ ഞാനൊന്ന് തിരുത്തുകയാണിപ്പോൾ. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മളിങ്ങനെ പറഞ്ഞു പോയപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കേണ്ടതുണ്ട്, അതൊരു മര്യാദയാണല്ലോ. എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങിപ്പോവാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പൗലോസിൻ്റെ 1-ാം മിഷൻ യാത്രയെക്കുറിച്ച് പറഞ്ഞു. ഏകദേശം AD 46 1-ാം മിഷൻ യാത്ര ആരംഭിക്കുന്നു.
ഒരു 48 കൂടി തിരിച്ചെത്തുന്നു. പൗലോസ് മിഷൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നു. അങ്ങനെ തിരിച്ചെത്തിയതിന് ശേഷം ഈ ഗലാത്യ പ്രൊവിൻസിലുള്ള സഭകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് താൻ തിരിച്ചറിഞ്ഞിട്ട് അവർക്കൊരു കത്തെഴുതി. അതാണ് ഗലാത്യ ലേഖനം, കത്തെഴുതി. അത് കഴിഞ്ഞിട്ട് പത്രോസ് അന്ത്യോക്യയിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സംഭവത്തിന് ശേഷം അവിടെയാണ് പൗലോസും പത്രോസും ഒക്കെ മുഖാമുഖം നിന്നതെന്ന് നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് അടുത്ത ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ഈവൻറ്റ് ജെറുസലേം സിനഡാണ്. യെരുശലേം സുന്നകദോസ് സംഭവിക്കുകയാണ്. അത് ഏകദേശം AD 50 ആ കാര്യം നടക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ആ കാര്യങ്ങളെ പ്ലേസ് ചെയ്തതിനകത്ത് ഒരു പാളിച്ച വന്നു. ആ പാളിച്ച എൻ്റെ മനസ്സിലിരുന്നതും എൻ്റെ ഉള്ളിലിരുന്നതും പ്രസൻറ്റ് ചെയ്തതും തമ്മിൽ മാറിപ്പോയി. കാരണം അതങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ടത്തരമായി പോകും. അപ്പോൾ ഒത്തിരി പേരത് കേട്ടെങ്കിലും നമ്മുടെ സഹോദരന്മാർ നേരിട്ട് കേട്ടു, സഹോദരിമാർ കേട്ടു, യൂട്യൂബിൽ കേട്ടവരുണ്ട്. ആരും ആ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചില്ല. അതേസമയം നമ്മുടെ ഒരു പ്രിയ സഹോദരൻ ബ്രദർ ഡോൺ ബോസ്കോ അത് കേട്ടിട്ട് എന്നെ വിളിക്കുകയും ഇതിനകത്ത് ഈ പറയുന്ന കാര്യം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ പ്രസംഗം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ഞാൻ ജസ്റ്റ് കേട്ടതാണ്. അന്നേരം പോലും എനിക്ക് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെന്നൊരു ചിന്ത എനിക്ക് വന്നില്ല. അതായത് അതിലെ പാളിച്ച എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞെന്താ, 1-ാം മിഷൻ യാത്ര കഴിഞ്ഞ് പൗലോസ് തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഗലാത്യ ലേഖനം എഴുതുന്നത്. അത് കറക്റ്റാണ്. പക്ഷേ ഗലാത്യ ലേഖനം എഴുതുന്നതിന് ശേഷമല്ല പത്രോസ് വരുന്നത്, അതിന് മുൻപാണ് പത്രോസ് അവിടെ വരുന്നത്. കാരണം പത്രോസ് അവിടെ വന്നപ്പോൾ അഭിമുഖമായി എതിർത്ത് നിന്നു എന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന എവിടെയാണ്? ഗലാത്യ ലേഖനത്തിലാണ്. ലേഖനം എഴുതി അയച്ചതിന് ശേഷമാണ് പത്രോസ് വരുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലേഖനത്തിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇടയ്ക്ക് കയറ്റി മണ്ടത്തരം. മനസ്സിലായോ? അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ്? ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചതും അത് പ്രസൻറ്റ് ചെയ്തതും 2 രീതിയിലാണ്. ഇതിൻ്റെ ക്രമം എങ്ങനെയാണ്? ഇതിൻ്റെ ക്രമം എന്ന് പറയുന്നത്, പൗലോസ് മടങ്ങി വന്നു, മിഷൻ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നു. വലിയ താമസമില്ലാതെ പത്രോസും പരിവാരങ്ങളും അന്ത്യോക്യയിൽ വന്നു. അവിടെ പരിച്ഛേദനവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചർച്ച വന്നു. പൗലോസ് അതിനെ അംഗീകരിച്ചില്ല, എതിർത്തു നിന്നു. വലിയ വാദപ്രതിവാദങ്ങളുണ്ടായി അവിടെ. പത്രോസ് ആ കൂട്ടരുടെ ഇടയിലൊക്കെ പോയി ഇരുന്നതും ആ കാരണത്താൽ ബർണബാസ് തെറ്റിപ്പോയതുമായ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കാണുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ, അപ്പോൾ തന്നെ ഗലാത്യയിലും ഇതിങ്ങനെ കൊടുമ്പിരിക്കൊള്ളുകയാണ്. അതായത് പൗലോസിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമാണ്. താൻ സുവിശേഷം അറിയിച്ച് ജനിപ്പിച്ച മനുഷ്യർ ഇപ്പോൾ ന്യായപ്രമാണ സംബന്ധിയായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നു. അപ്പോൾ തന്നെ പ്രധാന അപ്പോസ്തലനായ പത്രോസ് ഇവിടെ വന്ന് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പൗലോസ് ഒരു നടുക്കടലിൽ അകപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ദൈവസന്നിധിയിൽ കാത്തിരുന്നാണ് താൻ ഗലാത്യ ലേഖനം എഴുതുന്നത്. പത്രോസ് വന്നു പോയതിന് ശേഷം ഗലാത്യ ലേഖനം എഴുതി അന്ത്യോക്യയിലിരുന്ന് ഈ ഗലാത്യയിലേക്ക് അയക്കുകയാണ്, അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. അതങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷമാണ് പൗലോസും ബർണബാസും മറ്റുള്ളവരൊക്കെ ജെറുസലേമിൽ വരുന്നത് 1-ാമത്തെ സിനഡിന് വേണ്ടി, സുന്നകദോസിന് വേണ്ടി പിന്നീടാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ സഹോദരങ്ങളെ പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് തെറ്റിപ്പോകും. ഇന്നലെ വൈകിട്ട് സംസാരിച്ചപ്പോഴും ഒരു നാക്കുപിഴ വന്നു. അത് ഞാൻ ഇന്നാണ് ശ്രദ്ധിക്കുന്നത്. അതായത് യോഹന്നാൻ ഒരു സുവിശേഷം എഴുതി, പിന്നീട് 3 ലേഖനം എഴുതി, അത് കഴിഞ്ഞൊരു പ്രവചന പുസ്തകം കൂടി എഴുതി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പറഞ്ഞപ്പോൾ യോഹന്നാൻ 4 സുവിശേഷങ്ങൾ എഴുതി, 3 ലേഖനങ്ങൾ എഴുതി, ഒരു പ്രവചന പുസ്തകം എഴുതിയെന്ന്. എന്താ പറയുക? ഒരു പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി കാണും, അത് ഒരു നാക്കുപിഴയാന്ന് മനസ്സിലായി കാണും. 4 സുവിശേഷങ്ങൾ എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. യോഹന്നാൻ ഒരു സുവിശേഷം എഴുതിയെന്ന്. നമ്മുടെ തലയ്ക്കകത്ത് ഈ 4 സുവിശേഷം കിടക്കുകയാണല്ലോ. അതുകൊണ്ട് പ്രസൻറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ആയി വന്നതായിരിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനും നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ടല്ലേ പറയുന്നത് യോഹന്നാൻ സുവിശേഷം എഴുതിയെന്ന്. പക്ഷേ അതിൻ്റെ മുമ്പിലൊരു 4 ഉണ്ടെന്നുള്ളത് ഓർമ്മയിൽ വന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് അബദ്ധങ്ങൾ വരാം, തെറ്റുകുറ്റങ്ങൾ വരാം. അതിനെ നമ്മൾ ക്രമീകരിക്കുക. ചില സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെ വളരെ സജീവമായി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. ചിലരൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ കേട്ടു പോകുന്നു. ഓക്കേ, അത്രമാത്രം. കണ്ടോ, ശുശ്രൂഷയിൽ നമുക്കൊരു കൈത്താങ്ങലാണ് അതൊക്കെ. ഇനിയുടെ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചിരിക്കുമ്പോൾ അതങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്താൽ നമുക്ക് ആ കാര്യങ്ങളെ ക്രമീകരിച്ച് വളരെ കൃത്യതയോടെ പോകാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞ അതല്ല, ഈ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ കഥയൊന്നും പറഞ്ഞത് അങ്ങനെയല്ല. അതിലെ മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞത്.
കുഞ്ഞാടിൻ്റെ കല്യാണവും കഴിഞ്ഞു. അവർ ഇരുവരും പറ്റിച്ചേർന്ന് ഒന്നായി തീർന്ന് സിംഹാസനത്തിലേക്കും കയറി കഴിഞ്ഞിട്ട് പിന്നെ വെള്ള സിംഹാസനത്തിന് മുമ്പാകെ കാന്ത വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാ വർത്തമാനമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ഒരു കമൻസും ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല, ആ ഭാഗം ഞാൻ വിടുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വരുന്നത് ഇതര സമൂഹങ്ങളിൽ നിന്ന് പെന്തക്കോസ് സമൂഹത്തെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ ക്രമം തെറ്റിയ ധാരാളം ജീവിതങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വല്ല ബൈനോക്കുലറോ ഭൂതക്കണ്ണാടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി പെന്തക്കോസുകാരുടെ നേരെ തിരിച്ചു കഴിഞ്ഞാൽ ജഡത്തിൽ സഞ്ചരിക്കുന്ന കാണാം, പിന്നെ പ്രാകൃതമായ അനുഭവത്തിൽ വെറും നോർമൽ മാൻ്റെ രീതിയിൽ സഞ്ചരിക്കുന്ന കാണാം, ശേഷം മനുഷ്യരെ പോലെ സഞ്ചരിക്കുന്ന കാണാം, അങ്ങനെയൊക്കെ കാണാമായിരിക്കാം. പക്ഷെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഡോക്ടറിനുണ്ട്, ഒരു ഉപദേശ രീതിയുണ്ട്, ചില പാറ്റേണുകളുണ്ട്. അതൊക്കെ നമ്മെ നിത്യതയിൽ എത്തിക്കുന്ന പാറ്റേണുകളാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏതെങ്കിലും മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിൽപ്പെടും. അതേസമയം ഈ ഒരു സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, അത് പഠിപ്പിക്കുന്ന പഠന രീതികൾ, ഉയർത്തുന്ന ഉപദേശ രീതികൾ, അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേദപുസ്തകവുമായിട്ട് ഏറ്റവും സാമ്യമുള്ളൊരു സമൂഹമാണ്. ബാക്കിയുള്ള സമൂഹങ്ങളിൽ അങ്ങനെ കാണാൻ കഴിയില്ല. ഞാൻ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായമാണ് തുറന്നു വെച്ചിരിക്കുന്നത്. 11-ാം അധ്യായം. 11-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിക്കുകയായിരുന്നു. 11-ാം അധ്യായത്തിലാണ് അന്ത്യോക്യയിലെ സഭ ആരംഭിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതായത് യെരുശലേമിൽ വലിയ പീഡയുണ്ടാകുന്നു. ആ പീഡയുണ്ടാകുന്ന സമയത്ത് നിങ്ങളിത് ഭാവനയിൽ കാണണം, എന്നോട് കൂടെ സഞ്ചരിക്കണം, എങ്കിലേ ആസ്വാദ്യകരമായ നിലയിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ യെരുശലേമിൽ സഭ വളരെ ശോഭയോടെയാണ് നിൽക്കുന്നത്. വളരെ ശക്തിമത്തായ പ്രവർത്തനം തന്നെയാണ്. യെരുശലേമിലെ സഭയെ ഞാൻ അങ്ങനെ കുറച്ചൊന്നും കാണുന്നില്ല. കാരണം എന്താ? അവർ ഈ യഹൂദ മതത്തിൻ്റെ തലസ്ഥാനമായ യെരുശലേം ദൈവാലയത്തിൻ്റെ ചുറ്റുമുള്ള ആ ഗോപുരങ്ങളുടെ മുമ്പിൽ പോയി നിന്ന് അവിടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുകയാണ്. പാത്രോസും യോഹന്നാനും പോകുന്നു, മറ്റു പലരും പോകുന്നു. അങ്ങനെ ആ ചുറ്റുപാടുകളിലെല്ലാം ഇവർ സുവിശേഷം ഘോഷിക്കുകയാണ്. യഹൂദന്മാർ അത്ര ചില്ലറ പുള്ളികളൊന്നുമല്ല. അവർ വീട്ടിൽ തേങ്ങ ചിരട്ടുന്ന ചിരവ എടുത്തിട്ട് വേണമെങ്കിൽ തലക്കടിക്കുന്ന സൈസ് പാർട്ടികളാണ്. അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യും. ആ സൈസ് പുള്ളികളുടെ നടുവിൽ പോയി നിന്നിട്ടാണ് ഇവർ സുവിശേഷം അറിയിക്കുന്നത്. യെരുശലേമിൻ്റെ തെരുവിൽ പല സ്ഥലത്തു നിന്ന് ഇവർ സുവിശേഷം അറിയിക്കുന്നു. ഇതിങ്ങനെയായാൽ എന്തായിത്തീരുമെന്ന് ഭയന്ന് മഹാപുരോഹിതന്മാർ ചേവകന്മാരെ പറഞ്ഞയച്ച് ഇവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ആമത്തിലിടുന്നു, അതായത് ജയിലിലിടുന്നു, തടവിൽ പാർപ്പിക്കുന്നു. ആ തടവിൽ ദൂതൻ ഇറങ്ങി അവരെ സ്വതന്ത്രമാക്കുന്നു. സ്വതന്ത്രമാക്കി കഴിയുമ്പോൾ എൻ്റെ ദൈവമേ പറ്റിയത് പറ്റി, വല്ല പ്രകാരത്തിലും രക്ഷപ്പെട്ടു, ദൂതനെങ്കിൽ ദൂതൻ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, പൊടി തട്ടി വീട്ടിൽ പോവാ വേണ്ടത്. നമ്മളൊക്കെയാണ് അങ്ങനെ ചെയ്തേനെ. ആശ്വാസം. ആ വിടുതലിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞ് തന്നെ നമ്മൾ 10 പുത്തനുണ്ടാക്കും. ജയിലിലായിരുന്നു, ദൂതൻ വിടുവിച്ചു, പിന്നെ ഇപ്പോൾ ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. അതങ്ങനെ യൂട്യൂബിലിടുന്നു, ഫേസ്ബുക്കിലിടുന്നു. അങ്ങനെ ന്യൂസിലാൻഡുകാർ വിളിച്ചു ചോദിക്കുന്നു, അമേരിക്കക്കാർ വിളിച്ചു ചോദിക്കുന്നു, ഗൾഫുകാർ വിളിച്ചു ചോദിക്കുന്നു, ബ്രദർ എന്തായി, അക്കൗണ്ട് നമ്പർ ഒന്ന് അയച്ചു തരണം കേട്ടോ, ബ്രദർ ജയിലിൽ കിടന്ന ബ്രദർ, ജയിലിൽ കിടന്ന അപ്പോസ്തലൻ, അക്കൗണ്ട് നമ്പറൊക്കെ ഒന്ന് തരണം, ഞങ്ങളും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ആകട്ടെ. അങ്ങനെ ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ അവരൊന്നും അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. അവർ തിരിച്ചിറങ്ങി വന്നപ്പോൾ ദൂതൻ എന്നാ പറഞ്ഞത്? എവിടെ നിന്നാണോ സുവിശേഷം അറിയിച്ചത് അതേ സ്ഥലത്ത് തന്നെ പോയി നിന്ന് സുവിശേഷം അറിയിക്കാൻ. അതാണ് അഭിഷേകത്തിൻ്റെ പ്രത്യേകത. അതാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് യെരുശലേമിലെ സഭയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യെരുശലേമിലെ സഭയുടെ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മൾ വരിക. ആ യെരുശലേമിലെ സഭയിൽ നിന്നാണ് തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബിനെ പിടിച്ചെടുക്കുന്നത്. ഹെരോദാവ് പിടിച്ച് യാക്കോബിനെ കൊല്ലുന്നു. തൊട്ട് പുറകിൽ പത്രോസിനെ പിടിക്കുന്നു. യാക്കോബിനെ കൊല്ലാൻ ദൈവം അനുവദിക്കുന്നു, പത്രോസിനെ കൊല്ലാൻ അനുവദിച്ചില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ കാര്യക്രമത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ യാക്കോബിൻ്റെ രക്തസാക്ഷിത്വം അവർ കണ്ടു. അതിനു മുൻപ് സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വം അവർ കണ്ടു. ഇങ്ങനെ രക്തസാക്ഷിത്വങ്ങൾ കണ്ട ഒരു സഭയാണ് യെരുശലേമിലെ സഭ. അങ്ങനെ 1-2 പേരുടെ പേര് മാത്രമല്ല പറയാനുള്ളൂ, എല്ലാവരുടെയും പേരൊന്നും കൂടി എഴുതി വെച്ചിട്ടില്ല. ആ സഭയിൽ ധാരാളം രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ വീറിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല, വീറോടുകൂടി തന്നെ നിന്നു. ഓക്കെ, സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഈ ഉപദ്രവ നിമിത്തം ഇവർക്കാർക്കും യെരുശലേമിൽ പാർക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാം ചിതറിപ്പോകേണ്ടി വന്നു, അപ്പോസ്തലന്മാർ ഒഴികെ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്.
അങ്ങനെ ഈ ചിതറിപ്പോയ ആളുകളുടെ ഒരു നിലവാരം ഒന്ന് നോക്കാനാണ്, അങ്ങനെ ഈ ചിതറിപ്പോയ ആളുകളുടെ നിലവാരം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി 19-ാം വാക്യം മുതൽ നമ്മളൊന്ന് നോക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് തട്ടിക്കിഴിക്കും കേട്ടോ, ഒന്ന് തട്ടിക്കിഴിക്കും. ശിഷ്ടം വരുന്നുണ്ടോയെന്നൊക്കെ നോക്കണമല്ലോ, ഒന്ന് തട്ടിക്കിഴിക്കണം. അപ്പോൾ 19-ാം വാക്യം മുതൽ താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഉപദ്രവ ഹേതുവായി ചിതറിപ്പോയവർ അവിടെയുള്ള യഹൂദന്മാരോടാണ് തുടക്കത്തിൽ സംസാരിച്ചു തുടങ്ങിയത്. യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്ക, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അപ്പോൾ ഈ ചിതറിപ്പോയവരുടെ ഒരു ക്വാളിറ്റി ഞാൻ പറയാം. ചിതറിപ്പോയവർ അവർ വചനം സംസാരിക്കുന്നവരായിരുന്നു. ശ്രദ്ധിക്കണം, ഈ ചിതറിപ്പോയവരൊക്കെ മിണ്ടാപ്പൂച്ചകളല്ലായിരുന്നെന്ന്. അവരെല്ലാം വായി തുറന്ന് സംസാരിക്കും. എന്നതാ? വചനം സംസാരിച്ചു. അപ്പോൾ തുടക്കത്തിൽ അവർ യഹൂദന്മാരോട് സംസാരിച്ചു പോയി. പിന്നീട് ആത്മപ്രേരണ ലഭിക്കുകയാണ് അവർക്ക്. അങ്ങനെ ആത്മപ്രേരണ ലഭിച്ചപ്പോൾ അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ചിതറിപ്പോയ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്ക, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അങ്ങനെ ഈ സഞ്ചരിച്ച ആളുകളിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരും ഒക്കെ ആയിരുന്നു. അങ്ങനെയല്ലേ വായിക്കുന്നത്? അതെ, അവർ ചിലർ കുപ്രോസുകാർ, അതായത് സൈപ്രസ്, നമ്മുടെ മെഡിറ്ററേനിയൻ സീയിലുള്ള മെയിൻലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപാണ്, ദ്വീപരാഷ്ട്രമാണ് സൈപ്രസ് അഥവാ കുപ്രോസ്. അങ്ങനെ അവർ കുപ്രോസുകാരും അടുത്ത ആൾക്കാരാരാ? കുറേനക്കാരും. മീൻസ് അവർ എത്യോപ്യൻസ് ആയിരുന്നു, ബ്ലാക്ക് പീപ്പിൾ, എത്യോപ്യൻസ്. അപ്പം അവർ കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അങ്ങനെ ഈ ചിതറിപ്പോയ ആളുകൾ വചനം സംസാരിച്ചു വരികയാണ്. ഇപ്പോൾ അവർ അന്ത്യോക്യയിലെത്തി. അന്ത്യോക്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ യഹൂദന്മാരോട് മാത്രമല്ലാതെ വിജാതീയരോടും സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. 2 കൂട്ടരോടും സുവിശേഷം അറിയിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. സുവിശേഷത്തിൻ്റെ കാതൽ എന്നാ? ക്രിസ്തുയേശു തന്നെയാണ്. ക്രിസ്തുയേശു തന്നെയാണല്ലോ സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷം അതിൻ്റെ തനിമയും ശക്തിയും അല്പം പോലും ചോർന്നു പോകാതെ അന്ത്യോക്യയിൽ സുവിശേഷിച്ചു. നോക്കണം, ഇത് ഏത് സഭയുടെ ക്വാളിറ്റിയാ? അന്ത്യോക്യ സഭയുടെ കാര്യമല്ല. അന്ത്യോക്യയിൽ അങ്ങനെ ഒരു സഭയില്ലെന്നേ. സഭ ആരംഭിക്കാൻ പോകുന്നുള്ളൂ. ഇത് എവിടെ നിന്ന് വന്നവരാ? യെരുശലേമിൽ നിന്ന് വന്നവരാ. അപ്പോൾ ക്രിസ്തീയ സഭയുടെ ചരിത്രം പറയുമ്പോൾ അത് അന്ത്യോക്യയിൽ നിന്നല്ല തുടങ്ങുന്നത്, അത് യെരുശലേമിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അങ്ങനെയല്ലേ തുടങ്ങുന്നത്? അങ്ങനെയാ സാധാരണഗതിയിൽ എല്ലായിടത്തും തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 10 വയസ്സ് മുതലാണോ നമ്മൾ സംസാരിക്കുന്നത്? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാൽ 10-ാം വയസ്സ് മുതലാണോ ആരോടെങ്കിലും പറയുന്നത്? അതാ തുടങ്ങിയ സമയം മുതലുള്ളതല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത്. അതുപോലെ ക്രിസ്തീയ സഭയുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ 1-ാം നൂറ്റാണ്ടിൽ ഏകദേശം AD 30 യെരുശലേം ദൈവാലയത്തിൻ്റെ പരിസരത്തുള്ള മർക്കസിൻ്റെ ആ പഴയ കെട്ടിടത്തിൽ നിന്ന് ആരംഭം കുറിക്കുകയാണ്. അവിടെ നിന്ന് ആരംഭം കുറിച്ച് മുന്നോട്ട് വരികയാണ്. എന്നാൽ അതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ മുൻകാലത്ത് ഈ സഭയെക്കുറിച്ച് പറഞ്ഞു വെച്ച ഒത്തിരി കാര്യങ്ങൾ, രൂപരേഖകളുണ്ട്. അതിനെക്കുറിച്ച് മോശയ്ക്ക് ലഭിക്കപ്പെട്ട ബോധ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചിന്തിച്ചിട്ടുള്ളവരാ. ആദ്യമായിട്ട് കേൾക്കുന്നവർ തലേ കൈ വെച്ചു പോകും. എന്താ ഈ പറയുന്നത്? സഭയെക്കുറിച്ച് മോശയ്ക്ക് എന്താ കിട്ടിയെന്ന് അവർ ആലോചിച്ചു പോകും. നിങ്ങൾ അന്വേഷിക്കുക, പഠിക്കുക. ഞങ്ങളിപ്പോൾ വിശദീകരണമൊന്നും തരുന്നില്ല. സഭയെക്കുറിച്ചുള്ള അതിൻ്റെ സകല അളവും സ്കെച്ചും പ്ലാനും എല്ലാം മോശയ്ക്കും കിട്ടി ഒരളവിൽ. അപ്പോൾ അത് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സിലാകും. എനിവേ അത് പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ട് വന്നത് മാളികമുറി മുതലാണ്. അവിടെ മുതലാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ സഭയുടെ ഭാഗമായ യെരുശലേമിലെ സഭയുടെ ഭാഗമായ വിശുദ്ധന്മാർ അവർ ചിതറിപ്പോയ സമയത്തും അടങ്ങിയിരുന്നില്ല. അവർ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. അവർ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയല്ലേ കാണുന്നത്? അതെ, അവർ സുവിശേഷം അറിയിച്ചു. അടുത്തത് 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. സുവിശേഷം അറിയിക്കുന്നവരോടുകൂടെ കർത്താവിൻ്റെ കൈ ഉണ്ടായിരിക്കും. സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്നവന് കർത്താവിൻ്റെ കൈ പ്രതികൂലമായിരിക്കും. ഓർത്തോ, സുവിശേഷം അറിയിക്കുകയും സുവിശേഷം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരോടുകൂടെ കർത്താവിൻ്റെ കരമുണ്ടായിരിക്കും. അതാണ് ഇവിടെ തെളിവ്. ആദ്യ നൂറ്റാണ്ട് മുതലുള്ള തെളിവാണത്. കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇവരറിയിച്ച സുവിശേഷ നിമിത്തം വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോസ്തലന്മാർ മൈക്രോഫോൺ ഓൺ ചെയ്യും. പിന്നെ മൈക്രോഫോൺ ഓൺ ചെയ്യും. പത്രോസ് അങ്ങ് തുടങ്ങും.
ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുവീൻ. നിർത്തില്ല പ്രസംഗം, പിന്നെയും തുടങ്ങും പുള്ളി. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന വർദ്ധവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്നല്ല. അപ്പം നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ ഇടപാടുകളൊക്കെ നിങ്ങളുടെ ഇന്നലകളിലുള്ള പലതും വ്യർത്ഥമായിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരിലൊക്കെ നിങ്ങൾ ഊറ്റം കൊള്ളുന്ന പല കാര്യങ്ങളും രക്ഷയ്ക്ക് ഉതകുന്നതല്ലെന്നേ. അതൊന്നും നിന്നെ നിത്യതയിൽ എത്തിക്കില്ല. നിന്നെ നിത്യതയിൽ എത്തിക്കുന്നത് കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാണ് നിന്നെ നീതീകരിക്കുന്നത്. ആ നീതീകരണത്തിലാണ് നിനക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാനുള്ള പ്രാപ്തി നൽകുന്നത്. അതൊക്കെ സുവിശേഷത്തിൻ്റെ ശക്തിയാണെന്ന് ഈ അപ്പോസ്തലന്മാർ പറഞ്ഞു കളയും. അല്ലേ? വായിച്ചപ്പോൾ എന്താ മനസ്സിലായത്? വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. ചെറിയ കൂട്ടമല്ലെന്നേ. സുവിശേഷത്തിൻ്റെ ശക്തി അതാണ്. ചെറിയ കൂട്ടത്തെയും വലിയ കൂട്ടത്തെയും തിരിക്കാൻ കഴിയുന്ന ശക്തിയാണ് സുവിശേഷത്തിനുള്ളത്. കൂട്ടങ്ങളെ തിരിക്കും. അത് മനസ്സിലാക്കിയവരാ നമ്മുടെ പിതാക്കന്മാർ, മലയാളക്കരയിലെ പിതാക്കന്മാർ. അവരറിയിച്ച സുവിശേഷം മലയാളക്കരയെ ഇളക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് എത്രയോ മിഷണറിമാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് മുൻപുള്ള സമൂഹങ്ങളിലെ മിഷണറിമാർ വന്നിട്ടുണ്ട്. ആ മിഷണറിമാരൊക്കെ വന്ന് അവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെയെല്ലാം ഞാൻ വളരെ സുത്യർഹമായ സേവനങ്ങളെന്ന് തന്നെയാണ് പറയുകയുള്ളൂ. പക്ഷേ ജനത്തെ കൂട്ടം കൂട്ടമായി തിരിച്ചത് ആ പെന്തക്കോസ്തിൻ്റെ മൂവ്മെൻറ്റ് വന്നപ്പോഴാണ്. കൂട്ടം കൂട്ടമായി ഒറ്റയും തെറ്റയും എവിടെയെങ്കിലുമൊക്കെ ഒരു മൽപ്പാൻ ഇങ്ങനെ രംഗത്ത് വന്നു, മറ്റൊരു മൽപ്പാൻ വന്നു, അങ്ങനെയൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. കൂട്ടം കൂട്ടമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പൂവത്തൂരിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നു, തൊയ്യൂരിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ ഉണർവിൻ കാലങ്ങൾ, പല കൂട്ടങ്ങളും പല നാമധേയ സംഘങ്ങളും അതിനകത്ത് ആളുകൾ ഇല്ലാതെയായി. കൂടടച്ചങ്ങ് ഇറങ്ങി വന്നിരിക്കുന്നത്. തോന്നിയാമല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു പള്ളി അടച്ച് പൂട്ടേണ്ടി വന്നു. ഒരു കുഞ്ഞില്ലാതെ വണ്ണം മൊത്തം പുറത്തിറങ്ങി വന്നു. തോന്നിയാമല എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നാൽ അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയും IPCയുടെയും ഇപ്പം ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒക്കെ ഉണ്ട്, ചർച്ചുകളുണ്ട്. അതെല്ലാം ചില നാമധേയ കൂട്ടങ്ങളിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യർ, അതായത് ആവാല വൃത്തം അങ്ങ് ഇറങ്ങി വന്നെന്ന്. സാധാരണ നമ്മൾ കേൾക്കുന്ന 50 പേര് വന്നു, 20 പേര് വന്നു, 30 പേര് വന്നു, 100 പേര് വന്നു, ഒരാൾ വന്നു നോക്കിയാൽ. ഇതങ്ങനെയല്ലെന്നേ. കൂടടച്ചെങ്ങ് വന്നു, സകലതും ഇറങ്ങി വന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുവിശേഷകർ, ശുശ്രൂഷയിലുള്ള ആളുകൾ ഈ തോന്നിയമലക്കാരാന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തുമാത്രം പാസ്റ്റർമാരാണെന്നറിയാവോ? അത് പാസ്റ്റർമാരെ തട്ടിയിട്ട് അതിൽ നടക്കാൻ പറ്റില്ല. അത് അവരൊന്നും അവിടെ ഉണ്ടെന്നല്ല അർത്ഥം. ലോകത്തിൻ്റെ പല കോണുകളിലാണ് അവരൊക്കെ, രാജ്യത്തിൻ്റെ പല കോണുകളിലുണ്ട് ആ മനുഷ്യരൊക്കെ. സുവിശേഷം മാറ്റിമറിച്ചതാണ് ആ മനുഷ്യരെയൊക്കെ. സുവിശേഷം വലിയ ലീഡേഴ്സ് അവിടെ നിന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. കൺവെൻഷൻ പ്രീച്ചേഴ്സ് അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് സുവിശേഷം മനുഷ്യരെ മാറ്റിമറിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. വലിയൊരു കൂട്ടത്തെ മെസ്മറിസത്തിലൂടെ കൊണ്ടുവന്നു എന്നാണോ വായിക്കുന്നത്? വലിയൊരു കൂട്ടം എങ്ങനെയാണ് ഈ മാർഗത്തിലേക്ക് തിരിഞ്ഞത്? സഹോദരങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ. വലിയൊരു കൂട്ടം ഈ മാർഗത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? അവർക്ക് മാമോദീസ കൊടുത്താണോ അവരെ ഇതിലേക്ക് കൊണ്ടുവന്നത്?